ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു പടം വരച്ചാലോ? എൻ്റെ അമ്മ കുറച്ചധികം നാൾക്ക് മുമ്പ് എനിക്കൊരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്യാലറി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫോട്ടോ വരയ്ക്കണമെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലെ മടിച്ചിക്ക് അത് കഴിയത്തില്ലായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു എല്ലാ ചിന്ന് നമ്മുടെ മടിച്ചിനെയൊക്കെ നമ്മൾ തൂത്ത് ഒരു ദൂരെ കളഞ്ഞിട്ട് ഇന്ന് വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങിയാലോ? ഫസ്റ്റ് തന്നെ തൃശ്ശൂലത്തിൽ തന്നെ തുടങ്ങിയേക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളർ എടുത്ത് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കളർ അത്രയ്ക്ക് നല്ലതല്ലാത്തതാണ്, മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ നേരെ ഓയിൽ പേസ്റ്റിലോട്ട് മാറി ഓയിൽ പേസ്റ്റിൽ നിന്ന് ഒരു യെല്ലോ കളർ എടുത്ത് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തു നിന്നുള്ള ഒരു ഒട്ടകത്തിൻ്റെ മൂക്കൊണ്ട് ഇക്ഷ എണ്ണ ഇത്ര ഒക്കെ എഴുതിപ്പിച്ച ശേഷം അത് മാറ്റിയിട്ട് നമ്മൾ നേരെ ഓറഞ്ച് കളർ എടുത്തും തൃശ്ശൂലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്മജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കളറൊക്കെ സ്മജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ചിൻ്റെ ചെറിയ ചെറിയ പീസ് എടുത്ത് വെക്കും. അത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പോഞ്ചിൻ്റെ ചെറിയൊരു പീസിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ നേരെ അതൊക്കെ നന്നായിട്ട് ആ ഓറഞ്ച് കളറൊക്കെ നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുത്തു. അവിടുന്ന് നമ്മൾ പിന്നെ നേരെ പെൻസിൽ കളറിലോട്ട് മാറിയിട്ട് അവിടുന്ന് ഒരു ബ്രൗൺ കളർ പെൻസിൽ കളർ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൃശ്ശൂലത്തിന് മിനുക്ക് പണികൾ ചെയ്തിട്ട് നേരെ നമ്മൾ യെല്ലോ കളറിലോട്ട് മാറി. അതുകൊണ്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിനുക്ക് പണികൾ ചെയ്തു. പിന്നെ പെൻസിൽ കളർ ഓറഞ്ച് കളർ എടുത്തു. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആത്മാർത്ഥത കൂടിയിട്ട് ഒറിജിനാലിറ്റി വരുത്താൻ നോക്കിയതാണ്. പക്ഷേ എവിടേക്ക് ആത്മാർത്ഥത കാണിച്ചാലും അവിടെ ഇതിങ്ങനെയൊക്കെയല്ലേ വരത്തുള്ളൂ. അതൊക്കെ പോട്ടെ. അപ്പോഴേക്കും നമ്മൾ തൃശ്ശൂലത്തിൻ്റെ അവിടെ ഇരിക്കുന്ന ഒരു ചെണ്ട പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് കളറാക്കി അടിച്ചു. അതിൻ്റെ ഡിസൈനൊന്നും ഇങ്ങനെ അല്ല സത്യം പറഞ്ഞാൽ. ആ നോക്കി വരച്ച ഫോട്ടോ എനിക്കിവിടെ കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. എല്ലാ ചേന പാർവതിയുടെ കിടക്കുന്ന വളയും കൂടെ കളറടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പടം അങ്ങോട്ട് ബ്യൂട്ടിഫുള്ളായി. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വരച്ച പടം കുളവാക്കി എൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അത് കാരണം ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് പോവാം.